എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു വക്കീലും അമലും അബിയും സൂര്യനാരായണനും അങ്ങനെ എല്ലാവരും കൂടി എൻജോയ് ചെയ്യുവാണ്. കാരണം സൂര്യനാരായണന്റെ ഈ മടങ്ങി വരവ് അവരെല്ലാവരും ആഘോഷമാക്കി മാറ്റുവാണ്. അങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് വക്കീൽ പറഞ്ഞു, ഇന്ന് ഞാൻ നമ്മുടെ ഉണ്ണിത്താൻ വക്കീലിനെ കണ്ടിട്ടുണ്ടായിരുന്നു പറയണം. ഉണ്ണിത്താൻ വക്കീല എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ, ഈ പറയുന്നേ നമ്മുടെ തമ്പിക്കിട്ട് ഇരുട്ടടി കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിൽ അത് കൊടുത്തത് സൂര്യ സാറാന്ന് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ആദ്യം വയ്യാതെ കിടക്കുന്ന സൂര്യ സാർ എങ്ങനെയൊക്കെ ചെയ്യുന്നു, പിന്നെയല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നൊക്കെ പറയാം. ഇത് കേട്ടത് സൂര്യനാരായണൻ പറഞ്ഞു, അതൊക്കെ എൻ്റെ വെറൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് വക്കീലെ, ഇനി അങ്ങോട്ട് കൊടുക്കാൻ പോകുന്നുള്ളതെന്ന് പറയണം. ഇനി ആ കൊടുക്കണ ഉണ്ണിത്താനിട്ടാന്ന് പറയണം. അവനിട്ടുള്ളത് കൊടുക്കണം. കാരണം ഇന്ന് അവൻ വന്ന് എന്നെ വിളിച്ചിട്ട് പോയേക്കുക. അവൻ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പറയാം. അമല് പറഞ്ഞു, അത് ശരിയാ, പക്ഷേങ്കിൽ നിരഞ്ജനത്തി പാവുക. പക്ഷെ ആ ഉണ്ണിത്താനുണ്ടല്ലോ, അയാളൊരു പക്ക ക്രിമിനൽ തന്നെയാന്ന് പറയണം. ഇത് കേട്ടതും സക്കീർ ഹുസൈൻ പറഞ്ഞു, ധൈര്യമായിട്ട് കൊടുത്തു, 2 എണ്ണം കൂടെ ചേർത്ത് കൊടുത്തോളാം പറയണം. ഇത് കേട്ടതും സൂര്യനാരായണൻ പറഞ്ഞു, ഇന്നത്തെ അവൻ്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയാം. അങ്ങനെ അവരെല്ലാം ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം 3 പേരും കൂടെ സൂര്യനാരായണനും അമലും അബിയും കൂടെ ഉണ്ണിത്താനെ ലക്ഷ്യമിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം ഉണ്ണിത്താൻ ബാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരിക. അങ്ങനെ പതിപോലെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് സൂര്യനാരായണന്റെ മുന്നിലേക്ക് അബിയും അവരും ചെന്ന് പെടുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ തമ്പിക്കിട്ട് കൊടുത്ത അതേ പണി തന്നെയായിരുന്നു. രാത്രി ബാറിൽ നിന്ന് വന്ന് ഗേറ്റ് തുറക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയുടെ അടുത്തേക്ക് നിന്ന് ഗേറ്റ് തുറക്കാൻ തുടങ്ങുന്ന സമയത്ത് തലവഴിയിട്ട് ഒരു തുണിയിട്ട് മൂടിക്കഴിഞ്ഞിട്ട് പിന്നെ നല്ല 2 എണ്ണം കൂടെ കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഒന്നും മനസ്സിലായില്ല വക്കീലാണെങ്കിൽ അന്തം വിട്ടുപോയി. പിന്നെ അടിയുടെ പെരുമഴയായിരുന്നു. 3 പേരും നല്ല രീതിയിൽ തന്നെ പെരുമാറി. അങ്ങനെ അവസാനം പണി കൊടുത്തിട്ട് അവിടുന്ന് അവർ ഓടി മറയുവാണ്. എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല ഉണ്ണിത്താന്. ഒരു കാര്യം ഉറപ്പായി, ഇതിപ്പം തമ്പിക്കിട്ട് കിട്ടിയ പോലെ തന്നെയുള്ള ഇരുട്ടടിയാണ് തനിക്കും കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇതാരാ ഏതാണെന്ന് ഒന്നും ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ജാനകി എന്ത് ചെയ്യുവാണ്, ജാനകി നേരെ സൂര്യനാരായണന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പം രാത്രിയിൽ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛനെ ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് കരുതിയിട്ട് ചെല്ലുക. കാരണം അബീനെ കണ്ടില്ല ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പം. അപ്പോൾ അബിയേട്ടൻ ഇതിലായിട്ടും വന്നില്ല, ഇനിയിപ്പോൾ അച്ഛൻ്റെ മുറിയിലായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ നല്ല ഉറക്കമോ. ഇതെന്താ അച്ഛൻ തലവഴി മൂടിപ്പോച്ച് കിടക്കണേ, ഇങ്ങനെ കിടക്കാൻ വഴിയുള്ള അല്ലല്ലോ. സാധാരണഗതിയിൽ അച്ഛൻ്റെ കൈ അനങ്ങത്തില്ല, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ തലവഴി മൂടിപ്പോച്ച് കിടക്കാറുമില്ല. പിന്നെ ഇനി അബിയേട്ടൻ എങ്ങാനും ആണോ മൂടിയിട്ടെ, അങ്ങനെയൊക്കെ ഓർത്തോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ പുതപ്പം കൂടെ മാറ്റുവാണ്. പുതപ്പ് മാറ്റിപ്പോൾ ഒരു നിമിഷം ജാനകി ഞെട്ടിപ്പോയി. കാരണം ഒരാളുടെ രൂപം ഉണ്ടാക്കി അവിടെ ഇങ്ങനെ മടക്കി സെറ്റാക്കി വെച്ചിരിക്കുക. പക്ഷെ ആ സ്ഥാനത്ത് അച്ഛനില്ല. ഒരു കാര്യം ജാനകിക്ക് മനസ്സിലായി, അച്ഛനെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. പക്ഷെ ആരാ ഏതൊന്നും അറിയത്തില്ല. അബിയേട്ടനും അമ്മയിലും ഒക്കെ ചേർന്നിട്ടാണോ അവരിതിലായിട്ടും എത്തിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അവരോടൊപ്പം ഇനി അച്ഛൻ കാണുമോ, അച്ഛനെ എങ്ങോട്ടെങ്കിലും അവർ കൊണ്ടുപോയിക്കോണോ, 100 സംശയങ്ങളാ. ഇത് ആരോട് പറയണമെന്ന് നടത്തില്ല. എല്ലാവരും നല്ല ഉറക്കമാണ് താനും. ഇനിയിപ്പോൾ എല്ലാവരും വിളിച്ച് ശല്യം ചെയ്യാൻ പറ്റില്ല. അച്ഛൻ്റെ അവസ്ഥ എന്താണെന്നും അറിയത്തില്ല. അച്ഛൻ എന്താ വയ്യാതെ കിടന്ന അച്ഛനാ. അപ്പം അച്ഛനെ കൊണ്ട് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. ഒരു പക്ഷെ അവരോടൊപ്പം ആയിരിക്കും അച്ഛൻ. ആകെപ്പാടെ ജാനകിക്ക് ടെൻഷനായിപ്പോയി. ഈ സമയം സൂര്യനാരായണനും അമലും ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് വരിക. അമല് പറഞ്ഞു, ഇനി അധികം ഒന്നും ഇനിയിപ്പോൾ ഉണ്ണിത്താൻ 2-3 ദിവസം തല പൊക്കാൻ വഴിയില്ല എന്ന് പറയണം. അതുപോലെയല്ലേ കൊടുത്തിരിക്കുന്നു പറയാം. അച്ഛൻ്റെ ഇടി സമ്മതിച്ചു വന്നിരിക്കുന്നു. എന്നാലും അച്ഛൻ്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു പറയണം. സൂര്യനാരായണൻ പറഞ്ഞ്, കൈയും കാലും ഒക്കെ ഒന്ന് അനക്കിയിട്ട് കുറച്ച് ദിവസം ആയില്ലടാ മോനെ, അപ്പം അതിൻ്റെയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ നേരത്തെ ബോക്സിംഗ് ചാമ്പ്യനാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. കാരണം അമ്മാതിരി ഇടിയല്ലേ കൊടുത്തേന്ന് ചോദിക്കാം. അതേടാ, അച്ഛൻ്റെ ഇടിയോ നീയൊന്നും കണ്ടിട്ടില്ല. എല്ലാ അവന്മാർക്കിട്ട് ഓരോ പണി കൊടുക്കണം. ഇതുപോലെ നമുക്കിട്ട് പണി തരുന്നവന്മാർക്കിട്ട് എല്ലാം കൊടുക്കണമെന്ന് പറയണം. അതെ, പിന്നൊരു കാര്യമുണ്ട്, ജാനിയടുത്തേക്ക് സംശയമൊന്നും ഇല്ലോ എന്ന് നമ്മൾ അബിയോട് ചോദിക്കണം. എവിടെന്ന്, അവൾക്ക് സംശയമൊന്നും ഇല്ലെന്ന് പറയണം. അങ്ങനെ അവർ സന്തോഷത്തോടെ കയറി വരിക. പിന്നീട് അമ്മലോട്, അച്ഛൻ്റെ ഒരു കാര്യം ഇവിടെ മറിഞ്ഞേക്കുക, ഇവിടെ ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ കയറിയതിന് ശേഷം സിഗ്നൽ തന്നതിന് ശേഷം മാത്രം അച്ഛൻ കയറി വന്നാൽ മതി എന്ന് പറയണം. ശരി എന്ന് പറയണം. അങ്ങനെ സൂര്യനാരായണൻ അവിടെ മറിഞ്ഞു നിന്നു. അബിയും അമ്മലും കൂടെ കയറി വരുവാണ്. അങ്ങനെ കയറി അകത്തേക്ക് വരുമ്പോഴത്തേനും പെട്ടെന്ന് ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി വന്നിട്ട് വെച്ചു, അല്ല 2 പേരും കൂടെ എവിടെ പോയതാന്ന് ചോദിക്കുക. 2 പേർക്കും പെട്ടെന്നൊരു ടെൻഷൻ. അത് പിന്നെ പുറത്തെവിടെ, അല്ല ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ കണ്ടില്ലോ എന്ന് പറയാം. അത് പിന്നെ കാണാത്തോണ്ടായിരിക്കും എന്ന് അബി പറയാണ്.
ജാനകി കാണാത്തോണ്ടായിരിക്കുന്നേ. അല്ല, വേറൊരാളും കൂടെ ഉണ്ടല്ലോ, മൂന്നാമതൊരാൾ നിങ്ങളുടെ. അയാൾ എന്ത് ചെയ്ത് ചോദിക്കുകയാണ്. ആര്? ഞങ്ങൾ രണ്ടും തന്നെയാണെന്ന് പറയാം. വെറുതെ കള്ളത്തരം പറയണ്ട, എന്നോട് കള്ളത്തരം പറയണ്ട. അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. ഇത് കേട്ടതും അഭിയും അമലും പരസ്പരം നോക്കി. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ മുറിയിലില്ലേന്ന് ചോദിക്കുകയാണ്. മുറിയിലുണ്ട്. മുറിയിലുള്ള അച്ഛനെ കാണിച്ചു തരണമെന്ന് ചോദിക്കാം. അഭിക്കും അമലിനും മനസ്സിലായി പിടി വീണെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടാനും പറ്റില്ല. ജാനകി ബുദ്ധിയുള്ളവളെ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പോഴേക്കുമാണ് സൂര്യനാരായണൻ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് വരുന്നത്. ഒരു നിമിഷം ജാനകി ഞെട്ടിപ്പോയി. അച്ഛനാണ്ട് എഴുന്നേറ്റ് നടന്നു വരുന്നു. കാരണം ഇന്നലെ വരെ തളർന്നു കിടന്ന ആളാണ്, ഇന്നിപ്പാണ്ട് എഴുന്നേറ്റ് നടക്കുന്നു വരുന്നു. അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. അച്ഛൻ എന്താ കൈയും കാലും ഒക്കെ അനക്കാൻ പറ്റാറായെന്ന് ചോദിക്കാം. പെട്ടെന്ന് അഭി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അധികം സംസാരിക്കാൻ പറ്റില്ല, അച്ഛ മുറിയിലേക്ക് പോയി കിടക്കാൻ പറയാണ്. അങ്ങനെ സൂര്യനാരായണൻ മുറിയിലേക്ക് വന്നു. ആ സമയം ജാനകി ഒരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. പിന്നീട് അഭി പറഞ്ഞു, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് പറയാണ്. നീ മുറിയിലേക്ക് വരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, വേണ്ട, എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. അച്ഛൻ്റെ നാവിൽ നിന്ന് ആ സത്യങ്ങൾ അറിയണമെന്ന് പറയണം. പിന്നെ നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് അഭി പറഞ്ഞു, കഥ അങ്ങോട്ട് അടച്ചേക്കാൻ പറയണം. കഥ അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി സൂര്യനാരായണൻ്റെ അടുത്ത് സത്യം പറച്ച എന്താ സംഭവിച്ചേ? അച്ഛൻ എഴുന്നേറ്റ് നടക്കായിരുന്നോ? എന്നിട്ടാണോ അച്ഛൻ ഈ കോലം കിട്ടിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ജാനകി. ഈ സമയത്ത് സൂര്യനാരായണൻ പറഞ്ഞു, മോളെ, അധികം ദിവസമൊന്നും ആയില്ല ഞാൻ എഴുന്നേറ്റ് നടക്കാനായിട്ട് തുടങ്ങിയിട്ട്. പിന്നീട് പൊന്നു വന്നു കഴിഞ്ഞപ്പോൾ ശേഷമുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകിക്ക് സന്തോഷം. എന്നാലും അച്ഛൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് നടക്കാൻ ഞങ്ങളോട് എല്ലാവരും മറച്ചു വെച്ച് എന്തിനാന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. അങ്ങനെയൊക്കെ പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയുടെ സാരമില്ല, അച്ഛന് സുഖമായല്ലോ, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയണം. അഭിയേട്ടൻ പോലും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നൊക്കെ പറയാണ്. ശരി, എന്നാൽ മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. തൽക്കാലത്തേക്ക് ആരോടും ഈ കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ, എനിക്ക് വയ്യ, അത്രയ്ക്ക് തന്നെ അറിഞ്ഞാൽ മതി എല്ലാവരും എന്ന് പറയാണ്. പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അഭിയോട് പറഞ്ഞു, എന്നാലും അഭിയേട്ടൻ ആൾ കൊള്ളാട്ടോ, അച്ഛൻ ഇത്ര സുഖമായിട്ടുള്ള കാര്യം എന്നാ എന്നോട് പറയാത്തേന്ന് ചോദിക്കുക. അത് പിന്നെ നീ പോലും അറിയണ്ടെന്ന് തോന്നി, അതുകൊണ്ടാന്ന് പറയണം. അച്ഛനാ പറഞ്ഞ തൽക്കാലത്തേക്ക് ആരോടും പറയണ്ടെന്ന്, അതുകൊണ്ടേ പറയായിരുന്നേ. ആഹാ, അപ്പം ആ തമ്പിയങ്ങൾ പറഞ്ഞ് ശരിയല്ലേ? അയാൾക്കിട്ട് അടി കൊടുത്ത ആള് അച്ഛനല്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൽ അഭി ഒന്ന് ചിരിക്കുക. പക്ഷെ ഞാൻ അയാളോട് തർക്കിച്ചു, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഇപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി, അച്ഛനത് ചെയ്തെന്നുള്ള കാര്യം. അയാൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അയാൾ അത്രമാത്രം ക്രൂരമായ വാക്കുകളൊക്കെയല്ലേ അച്ഛൻ്റെ അടുത്ത് മുന്നിൽ വന്ന് പറഞ്ഞേ. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടത് അഭി പറഞ്ഞു, തമ്പിക്കിട്ട് മാത്രമല്ല കൊടുത്തേ, ഇതേ നിരഞ്ജനയുടെ അച്ഛൻ ആ വക്കീലുണ്ടല്ലോ, ഉണ്ണിത്താൻ വക്കീലുണ്ടും കൂടെ കൊടുത്തിട്ടാ വരുന്നതെന്ന് പറയണേ. ഉണ്ണിത്താൻ വക്കീലുണ്ടോന്ന് കൊടുത്ത് ജാനകി ഒന്ന് ഞെട്ടിപ്പോവാണ്. അതേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി, പാവം നിരഞ്ജന, അവള് പാവാ, അവൾക്ക് അയാളുടെ സ്വഭാവങ്ങളൊന്നും ഇഷ്ടമില്ല, പക്ഷെ അയാൾ അങ്ങനെയല്ല എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, തന്തമാർ തന്നെ നല്ലതല്ലെങ്കിൽ മക്കൾ ഇങ്ങനെയൊക്കെ വേദനകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറയണം. എന്തായാലും ജാനകിക്ക് ഭയങ്കര സന്തോഷമായി സൂര്യനാരായണൻ എഴുന്നേറ്റില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.